വെൽക്കം ബാക്ക് ടു സ്കൂൾ ഷിപ്പ്. ഇന്നത്തെ വീഡിയോയിൽ 9ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് അവേഴ്സ് ആൻഡ് ഇയേഴ്സ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സമയത്തെക്കുറിച്ച് അല്ലെങ്കിൽ കാലത്തെക്കുറിച്ചാണ് ഈ യൂണിറ്റിലെ പാഠങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്. 3 പാഠങ്ങളാണ് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹാഫ് എ ഡേ ബൈ നഗുബ് മഹഫൂസ്, ഡെപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ബൈ സെൽമ ലോഗലോഫ്, നത്തിങ് ട്വൈസ് ബൈ വിസ്ലാവ ഷിംബോസ്ക. നമുക്ക് ആദ്യത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. നഗുബ് മഹഫൂസ് ആണ് ആദ്യത്തെ പാഠം എഴുതിയിട്ടുള്ളത്. അതൊരു ചെറുകഥയാണ്. ഈജിപ്തുകാരനായ റൈറ്ററാണ് നഗുബ് മഹഫൂസ്. ഈജിപ്ഷ്യൻ സിവിൽ സർവീസിൽ കുറേയധികം കാലം ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. നോബൽ സമ്മാന ജേതാവാണ് ഇദ്ദേഹം. നോബൽ സമ്മാനം നേടുന്ന ആദ്യ ഈജിപ്ഷ്യൻ അറബ് റൈറ്റർ കൂടിയാണ് നഗുബ് മഹഫൂസ്. 35ഓളം നോവൽസ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 26 സ്ക്രീൻ പ്ലേസ്, 350 ഷോർട്ട് സ്റ്റോറീസ്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു വർക്ക് ദ കെയ്റോ ട്രിലോജി ആണ്. 2006 ഇദ്ദേഹം അന്തരിക്കുന്നത്. ഹാഫ് എ ഡേ എന്ന കഥ തുടങ്ങുന്നത് ഒരു കുട്ടിയുടെ ആദ്യ സ്കൂൾ ദിനത്തിൽ നിന്നാണ്. സ്കൂളിലേക്ക് ആദ്യമായി പോകുന്ന കുട്ടിയെയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം കുട്ടി ജീവിതത്തിന്റെ പല അനുഭവങ്ങളിലൂടെ കടന്നുപോയി തന്റെ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്നത് വരെയാണ് കഥ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ഒറ്റ ദിവസം ഒരു ഹാഫ് ഡേയിൽ സംഭവിക്കുന്ന രീതിയിലാണ് കഥാകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഹാഫ് എ ഡേ. I proceeded alongside my father, clutching his right hand, running to keep up with his long strides. All my clothes were new, the black shoes, the green school uniform, and the red tarbouche. My delight in my new clothes, however, was mixed, for this was no feast day, but the day on which I was to be cast into school for the first time. അച്ഛൻ്റെ വലത് കൈ പിടിച്ച് സ്കൂളിലേക്ക് പോവുകയാണ് നമ്മുടെ നറേറ്റർ ഒരു കുട്ടിയായിട്ടാണ് നമ്മൾ ഈ ആദ്യ ഭാഗത്ത് കാണുന്നത്. അച്ഛൻ്റെ ചുവടുകൾ നീണ്ട ചുവടുകളാണ്. അച്ഛൻ വേഗത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചുവടുകൾക്കൊപ്പം എത്താൻ കുട്ടി പ്രയാസപ്പെടുന്നുണ്ട്. കുട്ടിയെ സംബന്ധിച്ച് കുട്ടിക്ക് വളരെ സന്തോഷമാണ്. പുതിയ ഉടുപ്പും പുതിയ ബാഗും. നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം എല്ലാം പുതിയ സാധനങ്ങളുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് പുതിയ ബ്ലാക്ക് ഷൂസ്, അതുപോലെ തന്നെ പുതിയ യൂണിഫോം, അതുപോലെ തന്നെ തലയിൽ വെക്കുന്ന ഒരു ക്യാപ്പ്, എല്ലാം പുത്തനാണ്. നല്ല സന്തോഷമുണ്ട് കുട്ടിക്ക്. പുതിയ സാധനങ്ങളെല്ലാം ഉണ്ട് എന്നതിനാൽ. പക്ഷേ ഇതൊരു ഫീസ്റ്റ് ഡേക്കാണ് സാധാരണ പുതിയ ഉടുപ്പും പുതിയ ചെരുപ്പും എല്ലാം കിട്ടുന്നത്. പക്ഷേ ഇന്ന് പ്രത്യേകതയുണ്ട്. ഇതൊരു ഫീസ്റ്റ് ഡേ അല്ല, ഒരു പെരുന്നാളോ ഒന്നുമല്ല. മറിച്ച് ഇതവനെ ആദ്യമായി സ്കൂളിലേക്ക് അയക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയധികം പുതിയ സംഗതികൾ ഉണ്ടെങ്കിലും കുട്ടിക്ക് ചെറിയൊരു പേടി, ചെറിയൊരു ആശങ്കയുണ്ട്. കാരണം ഇവനെ സ്കൂളിലേക്ക് അയക്കുകയാണ് ആദ്യമായി എന്നതുകൊണ്ട്. My mother stood at the window watching us, and I would turn toward her from time to time, appealing for help. We walked along a street lined with gardens. On both sides were extensive fields planted with crops, prickly pears, henna trees, and a few date palms. Why school? I challenged my father openly. I shall never do anything to annoy you. അച്ഛൻ്റെ കൂടെയാണ് കുട്ടി സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ കുട്ടിയെ യാത്ര അയച്ചുകൊണ്ട് ജനാലയ്ക്കൽ അമ്മ നിൽപ്പുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് നേരെ കുട്ടി പലതവണ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്തിനാണ്? തന്നെ രക്ഷിക്കണമേ എന്നുള്ള രീതിയിലാണ് കുട്ടി നോക്കുന്നത്. തന്നെ സ്കൂളിലേക്ക് പറഞ്ഞയക്കരുതേ എന്ന് കേടുകൊണ്ട് കുട്ടി പലതവണ നോക്കുന്നുണ്ട്. അപ്പം ഇവര് നടന്നു പോകുന്നത് പൂന്തോപ്പുകളൊക്കെ അതിരിടുന്ന ഒരു തെരുവിലൂടെയാണ്. ഇതിൻ്റെ 2 വശത്തും വളരെ വിശാലമായ കുറേയധികം വിളകൾ നിറഞ്ഞു നിൽക്കുന്ന പാടങ്ങളുണ്ട്, പറമ്പുകളുണ്ട്. അവിടെ കുട്ടിക്ക് പിയേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഹെന്ന ചെടികൾ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈന്തപ്പനകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് കുട്ടി അച്ഛനോട് വളരെ ഓപ്പൺ ആയിട്ട് ഒരു ചോദ്യം ചെയ്യൽ നടത്തുന്നുണ്ട്. വൈ സ്കൂൾ? എന്തിനാണ് സ്കൂൾ? എന്തിനാണ് എന്നെ സ്കൂളിലേക്ക് അയക്കുന്നത്? എന്തിനാണ് എന്നെ അയക്കേണ്ട ആവശ്യം എന്ന് കുട്ടി അച്ഛനോട് ചോദിക്കുകയാണ് ഇവിടെ. ഐ ഷൽ നെവർ ഡു എനിത്തിങ് ടു അനോ യു. നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് കുട്ടി കരുതുന്നത് ഇവരെ ശല്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ മാറ്റി നിർത്താൻ വേണ്ടിയാണ് സ്കൂളിലേക്ക് അയക്കുന്നത് എന്നാണ് കുട്ടി കരുതി വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം അച്ഛൻ എന്താണ് പറയുന്നതെന്ന്. ഐ എം നോട്ട് പണിഷിംഗ് യു, ആം ഐ? ഹി ഈസ് ലാഫിംഗ്. സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെന്റ്. ഇറ്റ്സ് എ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്? അച്ഛൻ വളരെ ചിരിച്ചുകൊണ്ട് ആണ് കുട്ടിയോട് മറുപടി പറയുന്നത്.
ഞാൻ നിന്നെ ശിക്ഷിക്കുകയല്ല. ആണോ? ഒരിക്കലുമല്ല. കാരണം സ്കൂൾ എന്ന് പറയുന്നത് ഒരു ശിക്ഷയല്ല, മറിച്ച് എന്താണെന്ന് സ്കൂൾ എന്നാണ് അച്ഛൻ പറയുന്നത്? സ്കൂൾ എന്ന് പറയുന്നത് കുട്ടികളിൽ നിന്നും പൗരന്മാരെ, അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള പൗരന്മാരെ വാർത്തെടുക്കുന്ന ഒരു ഫാക്ടറിയാണെന്നാണ് കുട്ടിക്ക് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കുട്ടിയോട് അച്ഛൻ എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് വളരണ്ടേ, വളർന്ന് മിടുക്കനാവണ്ടേ, വലിയ ആളാവണ്ടേ എന്നൊക്കെ ചോദിക്കുന്നത്. നമ്മളോടൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞു തന്ന അതേ കാര്യം തന്നെയാണ് അച്ഛൻ ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം കുട്ടി എന്താണ് തിരിച്ച് മറുപടി പറഞ്ഞോ ഇല്ലയോ നോക്കാം. I was not convinced. I did not believe there was really any good to be having tearing me away from the intimacy of my home and throwing me into this building. It looked like some huge high-walled fortress, stern and grim. അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും, അതായത് തന്നെ നല്ലൊരു വ്യക്തിയാക്കി വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് സ്കൂളിലേക്ക് വിടുന്നത് പറഞ്ഞെങ്കിലും കുട്ടി അതിൽ കൺവിൻസ്ഡ് അല്ല. കുട്ടിക്ക് അത് ബോധ്യമായില്ല. കുട്ടി എങ്ങനെ നോക്കിയിട്ടും തന്നെ സ്കൂളിലേക്ക് അയക്കുന്നതിൽ ഒരു നന്മയും കണ്ടെത്താൻ കുട്ടിക്ക് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, വീടിൻ്റെ ആ അടുപ്പത്തിൽ നിന്നും, അത്രയും കാലം വീട്ടിൽ നിന്ന ഒരു കുട്ടിയാണ്, അപ്പോൾ വീടിൻ്റെ ഇൻറ്റിമസിയിൽ നിന്നും അടുപ്പത്തിൽ നിന്നും തന്നെ ഇങ്ങനെ പറിച്ചെടുത്ത് ഇങ്ങനെ ഒരു ബിൽഡിങ്ങിലേക്ക് കൊണ്ടിടുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് കുട്ടിക്ക് എന്താലോചിച്ചിട്ടും മനസ്സിലായില്ല. കുട്ടിയെ സംബന്ധിച്ച് ഈ സ്കൂൾ ബിൽഡിംഗ് ഒക്കെ വലിയൊരു കോട്ട പോലെയാണ് തോന്നുന്നത്. എങ്ങനത്തെ കോട്ടയാണ്? വളരെ സീരിയസ് ആയിട്ടുള്ള, ടഫായിട്ടുള്ള സ്റ്റോൺ കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഒരു കോട്ട പോലെയാണ് കുട്ടിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. When we arrived at the gate, we could see the courtyard, vast and crammed, full of boys and girls. Go in by yourself, said my father, and join them. Put a smile on your face and be a good example to others, won't you? അപ്പോൾ അച്ഛനും മകനും കൂടെ ഗേറ്റിന്റെ മുമ്പിലെത്തി. സ്കൂളിന്റെ ഗേറ്റിന്റെ മുമ്പിൽ എത്തുമ്പോൾ തന്നെ അവർക്ക് സ്കൂളിന്റെ കോർട്ടിയാട്, നടുമുറ്റം കാണാമായിരുന്നു. നടുമുറ്റം നിറയെ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും എന്താണ്, ക്രാംഡ് ആണ്, തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ അച്ഛൻ കുട്ടിയോട് പറയുകയാണ്, ഗോ ഇൻ ബൈ യുവർ സെൽഫ്. ഇനി നീ തനിയെ പൊക്കോളൂ. എന്താണ്? ഇനി നീ തനിയെ പൊക്കോളൂ, അവരുടെ കൂടെ ചേരൂ. എന്നിട്ട് ഒരു കാര്യം കൂടി അച്ഛൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്താണ്? മുഖത്തൊരു പുഞ്ചിരിയുമായി നീ അവരോടൊപ്പം ചേരുക. എന്നിട്ട് എന്താണ്? എല്ലാവർക്കും ഒരു ആയിരിക്കില്ലേ എന്നും കൂടി ചോദിച്ചിട്ടാണ് അച്ഛൻ അവനെ ആ സ്കൂൾ ബിൽഡിങ്ങിലേക്ക് അയക്കാൻ ശ്രമിക്കുന്നത്. I hesitated and clung to his hand, but he gently pushed me from him. Be bold, he said. Today you truly begin life. You will find me waiting for you when it's time to leave. അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കുട്ടി വളരെയധികം ഹെസിറ്റേറ്റഡ് ആണ്. എന്താണ്? മടിച്ചു നിൽക്കുകയാണ്. മാത്രമല്ല കുട്ടി അച്ഛൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചേക്കുകയാണ്. എന്താണ്? വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നാണ് കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും. സ്കൂളിലേക്ക് പോകാൻ കുട്ടി ഒട്ടും വില്ലിങ്ങല്ല. നമ്മൾ പലരും 1ാം ക്ലാസ്സിലും അല്ലെങ്കിൽ നഴ്സറിയിലും ഒക്കെ പോയപ്പോൾ കാണിച്ച അതേ ആറ്റിറ്റ്യൂഡാണ് കുട്ടി ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കുട്ടിയോട് അച്ഛൻ പറയുകയാണ്, കുട്ടിയുടെ കൈ പതുക്കെ പുഷ് ചെയ്ത് മാറ്റിയിട്ട് അച്ഛൻ പറയുകയാണ്, ബി ബോൾഡ്. നീ എന്തായിരിക്കുക? ബോൾഡ് ആയിരിക്കുക, കറേജിയസ് ആയിരിക്കുക. ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. ഇന്ന് നീ ജീവിതം യഥാർത്ഥത്തിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ വൈകിട്ട് സമയമാകുമ്പോൾ, സ്കൂൾ വിടുന്ന സമയമാകുമ്പോൾ ഞാൻ നിന്നെ ഇവിടെ കാത്തു നിൽപ്പുണ്ടാവും. എന്താണ്? നീ സ്കൂളിലേക്ക് പോവുക, ജീവിതം ഇന്ന് അവിടെ ആരംഭിക്കുകയാണ്, ഞാൻ വൈകിട്ട് വരാം എന്ന് പറഞ്ഞ് അച്ഛൻ അവനെ യാത്ര ചെയ്യുകയാണ്. I took a few steps, then stopped and looked, but saw nothing. Then the faces of boys and girls came into view. I did not know a single one of them. None of them knew me. I felt I was a stranger who had lost his way. But glances of curiosity were directed toward me, and a boy approached and asked, "Who brought you?" "My father," I whispered. "My father's dead," he said quite simply. കുട്ടി ഏതായാലും അച്ഛൻ പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് കുറച്ച് ചുവടുകൾ വെച്ചു. എന്നിട്ട് കുറച്ചു നേരം നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഒന്നും കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്? കുട്ടിയുടെ കാഴ്ചയിലേക്ക് കുറേയധികം ആൺകുട്ടികളും പെൺകുട്ടികളും വരുന്നു. പക്ഷെ ഇവരെ ആർക്കും കുട്ടിയെ അറിയില്ല, കുട്ടിക്ക് അവരെയും അറിയില്ല. വഴിയിൽ ഒറ്റപ്പെട്ടു പോയ, ഏതോ ഒരു വഴിയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു സ്ട്രേഞ്ചറിനെ പോലെ ഈ സമയത്ത് കുട്ടിക്ക് തന്നെ ഫീൽ ചെയ്യുകയാണ്. പെട്ടെന്ന് കുറെ കണ്ണുകൾ തന്നെ നേരെ നോക്കുന്നതായിട്ടൊക്കെ കുട്ടിക്ക് തോന്നുന്നു. അതിലൊരു ആൺകുട്ടി ഇവനെ അപ്രോച്ച് ചെയ്യുന്നു, ഇവന്റെ അടുത്തേക്ക് വരുന്നു. അവനോട് ചോദിക്കുകയാണ്, ആരാണ് നിന്നെ കൊണ്ടുവന്ന് വിട്ടതെന്ന് ചോദിക്കുകയാണ്. ഇവൻ പറയുന്നു, അച്ഛനാണ്. അപ്പോൾ മറ്റേ കുട്ടി പറയുകയാണ്, ചോദ്യം ചോദിച്ച കുട്ടി പറയുകയാണ്, ഓക്കെ, എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആൻസർ കേട്ടപ്പോൾ നമ്മുടെ കുട്ടി ഒരല്പം പരിഭ്രാന്തനാവുകയാണ്. എങ്ങനെയാണ് ഇനി റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് കുട്ടി ഒരു കൺഫ്യൂഷനിലാവുകയാണ്. നമുക്ക് നോക്കാം. I did not know what to say. The gate was closed, letting out a pitiable screech. Some of the children burst into tears. The bell rang. A lady came along, followed by a group of men. The men began sorting us into racks.
അപ്പോൾ ഈ ആൺകുട്ടിയോട് എന്താണ് മറുപടി പറയേണ്ടത്? അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ കുട്ടിയോട് എന്ത് പറയണമെന്ന് കുട്ടിക്ക് അറിയില്ല. ആ സമയത്ത് തന്നെ എല്ലാ കുട്ടികളും എത്തിയിട്ടുണ്ട്. ഗേറ്റ് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നത് വളരെ ദയനീയമായ ഒരു കരച്ചിൽ സൗണ്ടോടെയാണ്. നമുക്കറിയാം, ഗേറ്റ് ഒക്കെ പഴകി കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്താണ് കുറെ കാലം കഴിയുമ്പോൾ അതൊക്കെ ഒരു സൗണ്ട് കേൾപ്പിക്കും അല്ലെ? അപ്പൊ അങ്ങനെ വളരെ ഒരു കരച്ചിൽ സൗണ്ടോടെയാണ് ഗേറ്റ് ക്ലോസ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ കരച്ചിൽ സൗണ്ട് ആരുടെയാണ്? നമ്മുടെ ഇവിടെ ഒന്നാം ദിവസം പോയി നിൽക്കുന്ന കുട്ടിയുടെയും അതുപോലെ തന്നെ വന്നിരിക്കുന്ന പല കുട്ടികളുടെയും കരച്ചിലിനെയാണ് ഈ ഗേറ്റിന്റെ കരച്ചിൽ എന്ന രീതിയിൽ കഥാകൃത്ത് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ തന്നെ എന്താണ്, ഗേറ്റ് അടച്ചത് കണ്ടപ്പോൾ തന്നെ കുറെ കുട്ടികൾ ഉച്ചത്തിൽ പൊട്ടിക്കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഒരു സ്ത്രീ അങ്ങോട്ട് വരുന്നുണ്ട്. ആ സ്ത്രീയുടെ കൂടെ കുറേയധികം പുരുഷന്മാരും വരുന്നുണ്ട്. അതിൽ പുരുഷന്മാർ ഈ കുട്ടികളെ റാങ്ക് അനുസരിച്ച് തരംതിരിക്കാൻ ആരംഭിച്ചു. നമുക്കറിയാം, അത് ടീച്ചേഴ്സ് ആണ് വന്നത്. "This is your new home," said the woman. "Here too there are mothers and fathers. Here there is everything that is enjoyable and beneficial to knowledge and life. Dry your tears and face life joyfully, won't you?" അപ്പോൾ ടീച്ചർ ആദ്യമായിട്ട് വന്ന് കുട്ടികളോട് പറയുന്നത് എന്താണ്? ഇത് നിങ്ങളുടെ പുതിയ വീടാണ്. ദിസ് ഇസ് യുവർ ന്യൂ ഹോം. ഇവിടെയും നിങ്ങൾക്ക് അച്ഛനമ്മമാരുണ്ട്. ഇവിടെ എന്താണ്, ഇവിടെ എൻജോയബിൾ ആയിട്ടുള്ള, ആസ്വദിക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് പ്രയോജനകരമായ, നിങ്ങളുടെ ലൈഫിനും നോളജിനും ഒക്കെ പ്രയോജനകരമായ ഒത്തിരി കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ണുനീരൊക്കെ തുടച്ചിട്ട് എന്താണ്, ലൈഫിനെ വളരെ സന്തോഷത്തോടെ ഫേസ് ചെയ്യുക എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ടീച്ചർ അവർക്ക് നൽകുന്ന ആദ്യത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. We submitted to the facts, and this submission brought a sort of contentment. Living beings are drawn to other living beings, and from the first moment, my heart made friends with such boys as were to be my friends, and fell in love with such girls as I was to be in love with. Then it seemed to me my misgivings had no basis. അപ്പോൾ വളരെയധികം ആശങ്കകളോടെ ഒരു സ്ട്രേഞ്ചർ ആയിട്ടാണ് ആദ്യം കുട്ടി അവിടെ എത്തുന്നത്. അപ്പോൾ പിന്നീട് കുട്ടിക്ക് മനസ്സിലാവുകയാണ്, ടീച്ചർ പറഞ്ഞതുപോലെ ലൈഫിനെ ഫേസ് ചെയ്യാനൊക്കെയാണ് ടീച്ചർ പറഞ്ഞത്, സന്തോഷത്തോടെ ഫേസ് ചെയ്യാൻ. ഇവര് ഈ ഒരു കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് ആ ഒരു പുതിയ വീടിനെ, പുതിയ വീടെന്ന് പറയുന്ന അവരുടെ ആ സ്കൂളിനെ മനസ്സിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാവർക്കും എന്താണ്, സംതൃപ്തി തോന്നി എന്നാണ് കുട്ടി പറയുന്നത്. അതിനൊരു കാരണം കൂടിയുണ്ട്. കുട്ടി പറയുന്നത് എന്താണ്, ലിവിങ് ബീയിങ്സിനെല്ലാം, ജീവനുള്ള എല്ലാ ഓർഗാനിസത്തിനും മറ്റ് ഓർഗാനിസവുമായിട്ട് ആയിട്ട് ജീവിക്കാൻ, കണക്റ്റഡ് ആയിട്ട് നിൽക്കാനുള്ള വലിയൊരു കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. മനുഷ്യരെ സംബന്ധിച്ച് നമ്മൾ പറയും സോഷ്യൽ ആനിമൽ ആണെന്ന്. അപ്പൊ കൊണ്ടും കൊടുത്തുമാണ് മനുഷ്യന്റെ എന്താണ് നിലനിൽപ്പ് തന്നെ സാധ്യമാവുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ സ്കൂളിലേക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടാണ് കുട്ടികൾ വന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ ആ ഹ്യൂമൻ ബീയിങ്സിന്റെ അല്ലെങ്കിൽ ലിവിങ് ബീയിങ്സിന്റെ ഈ ഒരു കപ്പാസിറ്റി കൊണ്ട്, ഈ ഒരു ശേഷി കൊണ്ട് ഇവർ പരസ്പരം എന്താകുകയാണ്, സൗഹൃദത്തിലാവുകയാണ്. അപ്പോൾ ഈ ആൺകുട്ടികളോട് ആരുമായിട്ടാണോ അവൻ കൂട്ടുകൂടേണ്ടത്, ഈ പെൺകുട്ടികളോട് ആരുമായിട്ടാണോ അവൻ പ്രേമത്തിലാവേണ്ടത്, ഇവരുമായിട്ടൊക്കെ ഇവന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സൗഹാർദ്ദത്തിലാകാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഇവന് മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇവന് തോന്നുകയാണ് തൻ്റെ ആദ്യത്തെ മിസ്ഗിവിങ്സ്, തൻ്റെ ആദ്യത്തെ ആശങ്കകളൊക്കെ എന്താണ്, അതൊന്നും അടിസ്ഥാനമില്ലാത്തതായിരുന്നുവെന്ന് ഇവൻ തിരിച്ചറിയുകയാണ്. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് സ്കൂൾ ഇവർക്ക് സമ്മാനിച്ചതെന്ന്. I had never imagined school would have this rich variety. We played all sorts of games, swings, the vaulting horse, ball games. In the music room, we chanted our first song. We also had our first introduction to language. We saw a globe of the earth which revolved and showed the various continents and countries. We started learning the numbers. We ate delicious food, took a little nap, and woke up to go on with friendship and love, play and learning. അപ്പോൾ സ്കൂൾ ഇത്രയും മനോഹരമായ അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള വളരെയധികം വെറൈറ്റീസ് തരുന്ന ഒരു സ്ഥലമാണ്. കുട്ടി ഒരിക്കലും ഭാവന ചെയ്തിട്ടില്ല, ഒരിക്കലും ഇമാജിൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ഇത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിന് കുറേയധികം കാരണങ്ങളുണ്ട്. എന്താണ്, ഇവിടെ കുറേയധികം ഗെയിംസ്, കുറേയധികം കളികളിൽ കുട്ടികൾക്ക് ഏർപ്പെടാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയാണ് സ്കൂൾ അവർക്ക് ഓഫർ ചെയ്തത്? സ്വിങ്സ്, അവിടെ ഊഞ്ഞാലുകൾ ഉണ്ടായിരുന്നു, ആടുന്ന കുതിരകൾ ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള ബോൾ കൊണ്ടുള്ള ഗെയിംസ്, പല ബോൾ ഗെയിംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മ്യൂസിക് റൂമിൽ അവർ ആദ്യമായിട്ട് അവരുടെ പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവരെ ആദ്യമായിട്ട് ലാംഗ്വേജ് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്.
അവർ ഗ്ലോബ് പരിചയപ്പെടുന്നു. ആ ഗ്ലോബ് ഉപയോഗിച്ചിട്ട് അവരെന്തൊക്കെ പരിചയപ്പെടുന്നുണ്ട്? വൻകരകൾ, കോണ്ടിനെന്റ്സ് പരിചയപ്പെടുന്നു, കൺട്രീസ്, രാജ്യങ്ങൾ പരിചയപ്പെടുന്നു. അപ്പോൾ നമ്പേഴ്സ് പഠിക്കാൻ അവർ ആരംഭിക്കുന്നു. പിന്നെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഒരു ലിറ്റിൽ നാപ്പ് കിട്ടുന്നു, ചെറിയൊരു മയക്കത്തിനുള്ള സമയം ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ എന്താണ്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നു, ലവ് ഉണ്ടാവുന്നു, അതുപോലെ തന്നെ കളികൾ ഉണ്ടാവുന്നു, പഠനം ഉണ്ടാവുന്നു. അപ്പൊ ഇങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ലൈഫിലേക്കാണ് തങ്ങൾ എത്തിച്ചേർന്നതെന്ന് കുട്ടി മനസ്സിലാക്കുകയാണ്. അത് കുട്ടിയെ സന്തോഷവാനാക്കുന്നു. As our path revealed itself to us, however, we did not find it as totally sweet and unclouded. Dust-laden winds and unexpected accidents could happen suddenly, so we had to be watchful and very patient. It was not all a matter of playing and fooling around. Rivalries could bring about pain and hatred or give rise to fighting. And while the woman would sometimes smile, she would often scowl and scold. Even more frequently, she would resort to physical punishment. അപ്പോൾ കുട്ടി കുറേയധികം വെറൈറ്റീസ് ഉള്ള വളരെ റിച്ച് വെറൈറ്റി ഓഫർ ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് സ്കൂളിനെ കാണുന്നു. അതിനുശേഷം അത് കുട്ടി ഇഷ്ടപ്പെടുന്നു. അതിനുശേഷം കുട്ടി വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നു. പക്ഷെ എല്ലാ സമയത്തും ഈ സ്കൂളും ഇവിടുത്തെ ആളുകളും എന്താണ്, സ്വീറ്റ് ആയിട്ടുള്ള, വളരെ മധുരമായി സംസാരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എപ്പോഴും സ്മൂത്തായി മാത്രം നടക്കുന്ന ഒരു സ്ഥലമല്ല സ്കൂൾ എന്ന് കൂടി കുട്ടി മനസ്സിലാക്കുകയാണ്. അപ്പോൾ അവരുടെ വഴി അവർക്ക് കൂടുതൽ കൂടുതൽ റിവീൽ ചെയ്ത് കിട്ടിയപ്പോൾ, വ്യക്തമായി കിട്ടിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇതെപ്പോഴും എന്താണ്, സ്വീറ്റ് അല്ല, അല്ലെങ്കിൽ അൺക്ലൗഡഡ് അല്ല. ചില സമയങ്ങളിൽ ഇതെന്താണ്, മൂടിക്കെട്ടിയ ആകാശം പോലെ ഈ ഒരു അന്തരീക്ഷം, സ്കൂളിന്റെ അന്തരീക്ഷം മാറുമെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. ചില സമയത്ത് എന്തൊക്കെ ഉണ്ടാകാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആക്സിഡൻസ് വരാം, അല്ലെങ്കിൽ ഡസ്റ്റ് ലേഡൻ വിൻസ് വരാം. എന്താണ്, പൊടിക്കാറ്റ് വരുന്നത് പോലെ പൊടിക്കാറ്റും ആക്സിഡൻസും ഒക്കെ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പലതരത്തിലുള്ള സ്കൂളിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെയാണ് ഇവിടെ സിംബോളിക്കായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇനി കുട്ടി പറയുന്നത് എന്താണ്, എല്ലാ സമയത്തും ഇത് വെറുതെ കളിച്ചു ചിരിക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല, എന്താണ്, സീരിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ പല സമയത്തും ഉണ്ടാകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് എന്താണ്, റൈവൽറി, കുട്ടികൾ തമ്മിലുള്ള മത്സരബുദ്ധി. അതൊക്കെ പല സമയത്തും പ്രശ്നമാകാം. ചിലപ്പോൾ അത് ഫൈറ്റായി മാറാം, അടിയും ഇടിയും ഒക്കെ ആയി മാറാം. ചില സമയത്ത് ആദ്യം ചിരിച്ചു വന്ന സ്ത്രീ, അതായത് ആദ്യം അവരെ ചിരിച്ചാണ് ടീച്ചർ സ്കൂളിലേക്ക് സ്വീകരിച്ചത്. പക്ഷെ അങ്ങനെ ചിരിച്ച് സ്വീകരിച്ചെങ്കിലും ചില സമയത്ത് ടീച്ചർ എന്താണ്, ഗൗരവക്കാരിയായി മാറാം, പുച്ഛിക്കുന്ന അല്ലെങ്കിൽ അവരെ വഴക്ക് പറയുന്ന രീതിയിലേക്ക് മാറാം. അതിലും ചില സമയത്ത് എന്താണ്, അത് ഫിസിക്കൽ പണിഷ്മെന്റിലേക്ക് അവരെ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പലതരത്തിലുള്ള വ്യത്യസ്തതകൾ കണ്ടു. അതിനുശേഷം കുട്ടി മനസ്സിലാക്കിയാണ് എല്ലാം ഇത് സ്വീറ്റ് മാത്രമല്ല, എന്താണ്, ബിറ്ററായിട്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങളും അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളും ഈ സ്കൂളിൽ നിന്ന് കിട്ടും എന്ന് കുട്ടി മനസ്സിലാക്കുകയാണ്. അപ്പൊ ഇവിടെയൊക്കെ ഈ സ്കൂൾ എന്ന് പറയുന്നത് ലൈഫ് എന്ന രീതിയിൽ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലൈഫ് നമുക്ക് സ്വീറ്റായ കാര്യങ്ങൾ മാത്രമല്ല തരുന്നത്, എന്താണ്, ബിറ്റർ ആയിട്ടുള്ള അങ്ങനത്തെ ടേസ്റ്റ് ഉള്ള കുറേ അധികം എക്സ്പീരിയൻസ് കൂടി നമ്മളുടെ ലൈഫിലുണ്ട്. അപ്പൊ ആ കാര്യങ്ങളെ കൂടിയാണ് ഇവിടെ കഥാകൃത്ത് സൂചിപ്പിച്ച് വെക്കുന്നത്. The bell rang announcing the passing of the day and the end of work. The throngs of children rushed toward the gate, which was opened again. I bade farewell to friends and sweethearts and passed through the gate. I peered around but found no trace of my father, who had promised to be there. അങ്ങനെ വൈകുന്നേരമായി സ്കൂൾ വിടാനുള്ള സമയമാകുന്നു. അപ്പോൾ എന്താണ്, ഗേറ്റ് തുറക്കുകയാണ് വീണ്ടും. കുട്ടികളെല്ലാവരും എന്താണ്, ഗേറ്റിന്റെ പുറകിലേക്ക് ഗേറ്റ് തുറക്കുകയാണ്. അപ്പൊ ഗേറ്റിന്റെ മുമ്പിലേക്ക് വരികയാണ്. ത്രോങ്സ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് കുട്ടികളുടെ കൂട്ടം വരികയാണ്. ഗേറ്റ് തുറക്കുമെന്ന് പ്രതീക്ഷയിൽ വരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളോടും, തൻ്റെ ഫ്രണ്ട്സാണ് ഇപ്പോൾ എല്ലാവരും അല്ലെ, അപ്പൊ എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞിട്ട് നമ്മുടെ നെറേറ്ററും എന്ത് ചെയ്യാണ്, സ്കൂൾ ഗേറ്റ് കടന്ന് പുറത്ത് വരികയാണ്. അപ്പൊ സ്കൂൾ ഗേറ്റ് കടന്ന് പുറത്ത് വരുമ്പോൾ ആരവിടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്, അച്ഛൻ അവിടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അവൻ ചുറ്റും നോക്കിയിട്ടും അച്ഛനെ കാണുന്നില്ല. I stepped aside to wait. When I had waited for a long time without avail, I decided to return home on my own. After I had taken a few steps, a middle-aged man passed by, and I realized at once that I knew him. He came toward me, smiling, and shook me by the hand, saying, "It's a long time since we last met. How are you?" With a nod of my head, I agreed with him and in turn asked, "And you, how are you? As you can see, you're all that good. The Almighty be praised." അപ്പോൾ കുട്ടി സ്കൂൾ ഗേറ്റിന് പുറത്തേക്ക് വരുന്നു. അച്ഛനെ കാണുന്നില്ല. കുറേയധികം സമയം അച്ഛനെ കാത്തു നിന്നു. എന്നിട്ടും അച്ഛൻ വന്നില്ല എന്ന് കണ്ടപ്പോൾ
തനിയെ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് കുട്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ നറേറ്റർ പോകുന്ന സമയത്ത് മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണുന്നു. മുൻപ് പരിചയമുണ്ടല്ലോ എനിക്ക് ഇയാളെ എന്ന് തോന്നുന്നു. അങ്ങനെ ഇവർ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമാണോ എന്നൊക്കെ ഇവരെ ചോദിക്കുകയാണ്. ഹൗ ആർ യു എന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഉത്തരം പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ അത്ര സുഖമല്ല, എന്നാലും എന്താണ് ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുകയാണ് നമ്മുടെ നെറേറ്ററോട് ചോദ്യം ചോദിച്ച വ്യക്തി. അപ്പൊ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരു മിഡിൽ ഏജ് ആണ് നമ്മളുടെ മുമ്പിൽ കഥാകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഈ കഥ തുടങ്ങുന്ന സമയത്ത് സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടിയിലാണ് കഥ ആരംഭിച്ചത്. അതിനുശേഷം കുട്ടിയുടെ ആ ഇന്നസെൻസ് എന്ന ഫേസിൽ നിന്നും കുട്ടി സ്കൂളിലെ വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്കും എന്താണത്, എക്സ്പീരിയൻസ് ഫേസിലേക്ക് മാറി. ഇവിടേക്ക് നമ്മൾ ഈ ഗേറ്റ് കടന്ന കുട്ടി എത്തുമ്പോഴത്തേക്കും ഒരു മിഡിൽ ഏജിലെത്തിയ വ്യക്തി എന്ന നിലയിലേക്ക് നമ്മൾ നറേറ്ററെ കാണേണ്ടതുണ്ട്. അപ്പൊ കുട്ടി പലതരത്തിലുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നുപോയി തൻ്റെ ഇന്നസെൻസിൽ നിന്നും എന്താണ് എക്സ്പീരിയൻസിലേക്ക് മാറുന്നു. ആ എക്സ്പീരിയൻസിന്റെ ഭാഗമാണ് ഈ മിഡിൽ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. Again, he shook me by the hand and went off. I proceeded a few steps, then came to a startled halt. Good Lord, where was the street lined with gardens? Where had it disappeared to? When did all these vehicles invade it? And when did all these hordes of humanity come to live upon its surface? How did these hills of refuse come to cover its sides? And where were the fields that bordered it? അപ്പൊ കുട്ടി അങ്ങോട്ട് പോയ വഴി നമുക്കറിയാം. എങ്ങനെയാണ്, ഇരുവശങ്ങളിലും പറമ്പുകൾ, നിറച്ച വിളകളുള്ള പറമ്പുകളുള്ള ഒരു തെരുവിലൂടെയാണ് പോയത് അല്ലെ. അതുപോലെ തന്നെ പൂന്തോട്ടങ്ങൾ രണ്ട് സൈഡിലുമുള്ള ഒരു തെരുവിലൂടെയാണ് പോയത്. പക്ഷേ തിരിച്ചു കുട്ടി പോരാൻ ശ്രമിക്കുമ്പോൾ എന്താണ് കാണുന്നത്? പെട്ടെന്ന് കുട്ടി ഞെട്ടിപ്പോവുകയാണ്, ഞെട്ടി തരിച്ചു നിൽക്കുകയാണ്. ഒരു ഹോൾട്ടായി കുട്ടി അവിടെ നിശ്ചലനായി പോവുകയാണ്. കാരണം എന്താണ്, താൻ വന്ന വഴി കാണുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പൂന്തോട്ടങ്ങൾ അതിരിടുന്ന ആ ഒരു തെരുവിപ്പ് കാണുന്നില്ല. അതൊക്കെ എവിടെയാണ് അപ്രത്യക്ഷമായി പോയതെന്നാണ് കുട്ടി ചോദിക്കുന്നത്. എവിടെ നിന്നാണ് ഇത്രയധികം വാഹനങ്ങൾ ഇവിടേക്ക് നുഴഞ്ഞു കയറി എത്തിയത്? അതുപോലെ തന്നെ ഈ ഹോർഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി, ഈ വലിയ ജനക്കൂട്ടം ഇവിടെ എങ്ങനെയാണ് വന്ന് ഭവിച്ചത്? അതുപോലെ തന്നെ ചോദിക്കുകയാണ്, ഹിൽസ് ഓഫ് റെഫ്യൂസ്, ഗാർബേജിന്റെ കൂനകൾ, നമ്മുടെ എന്താണ് മാലിന്യ കൂമ്പാരങ്ങൾ, മാലിന്യ കൂനകൾ, ഇതൊക്കെ എങ്ങനെയാണ് ഈ റോഡിന്റെ വശങ്ങളിൽ വന്നത്? ഈ റോഡിനെ ബോർഡർ ചെയ്ത് നിന്നിരുന്ന ആ പറമ്പുകളൊക്കെ എവിടെ പോയി? അപ്പോൾ വളരെ വ്യത്യസ്തമായൊരു ലോകത്തിലെത്തപ്പെട്ട ഒരു ഹെൽപ്ലെസ്നെസ് ആണ് ഇപ്പോൾ നമ്മൾ നെറേറ്ററിൽ കാണുന്നത്. അപ്പോൾ താൻ വന്ന വഴിയല്ല ഇപ്പോൾ തൻ്റെ മുമ്പിലുള്ളത്. അപ്പോൾ എങ്ങനെ തിരിച്ചു പോകുമെന്ന് ഒന്നാമത്തെ ആശങ്കയുണ്ട്. ആ സമയത്താണ് വന്ന വഴിയിലല്ല താനിപ്പോൾ എത്തി നിൽക്കുന്നതെന്ന് നെറേറ്റർക്ക് മനസ്സിലാവുന്നു. High buildings had taken over. The streets surged with children, and disturbing noises shook the air. There was a band announcing the opening of a circus with clowns and weightlifters walking in front. A line of trucks carrying central security troops crawled majestically by. അങ്ങനെ ഈ വഴി ഏത് എന്നറിയാതെ നിൽക്കുന്ന അവസരത്തിൽ കുറേയധികം കാര്യങ്ങൾ ഇയാളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. എന്തൊക്കെയാണ്? ഉയർന്നു നിൽക്കുന്ന വലിയ ബിൽഡിങ്ങുകൾ. ഈ ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ മൊത്തം കയ്യേറിയിരിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല, എന്താണ്, തെരുവുകളിലൊക്കെ കുട്ടികളുടെ കൂട്ടം ഇങ്ങനെ ഇരച്ചെത്തുകയാണ്. അതുപോലെ തന്നെ ഒത്തിരിയധികം കോലാഹല ശബ്ദങ്ങളാണ് ഈ വായുവിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നത്. പിന്നെ സർക്കസിന്റെ ഒരു അനൗൺസ്മെന്റ് ബാൻഡ് അതിലെ കടന്നു പോകുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ കോമാളികളുണ്ട്, വെയിറ്റ് ലിഫ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സോൾജിയേഴ്സിന്റെ ഒരു ലൈൻ ഓഫ് ട്രക്സ്, കുറേയധികം ട്രക്കുകൾ ഇങ്ങനെ വരിവരിയായി പോവുകയാണ്. അതിലെല്ലാം സോൾജിയേഴ്സ് ഇങ്ങനെ ക്രോൾ ചെയ്തിട്ട്, അതായത് എന്താണ്, മുട്ടിൽ ഇഴഞ്ഞു നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന സോൾജിയേഴ്സുമായിട്ട് കുറേയധികം ട്രക്കുകൾ ഇങ്ങനെ വരിവരിയായിട്ട് പോകുന്നു. അപ്പൊ ഇതൊക്കെയാണ് അദ്ദേഹം കാണുന്ന കാഴ്ചകൾ. The siren of a fire engine shrieked, and it was not clear how the vehicle would cleave its way to reach the blazing fire. A battle raged between a taxi driver and his passenger, while the passenger's wife called out for help and no one answered. Good God, I was in a daze. My head spun. I almost went crazy. How could all this have happened in half a day, between early morning and sunset? I'd find the answer at home with my father, but where was my home? I could see only tall buildings and hordes of people.
അപ്പൊ എന്താണ്, പെട്ടെന്ന് ഒരു ഫയർ എഞ്ചിൻ അവിടേക്ക് വരികയാണ്. ആ ഫയർ എഞ്ചിന്റെ സൈറൻ വളരെ ഷ്രീക്കിംഗ് ആയിട്ടുള്ള, ചെവി തുളച്ചു കയറുന്ന രീതിയിലുള്ള ആ ഒരു ശബ്ദം അവിടെ കേൾക്കുകയുണ്ട്. അപ്പോൾ ഇദ്ദേഹം ചിന്തിക്കുകയാണ്, ഇത്രയധികം ഈ ആൾക്കൂട്ടം, അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ, ഇതിനിടയിലൂടെ എങ്ങനെയാണ് ഈ ഫയർ എഞ്ചിൻ കടന്നു പോവുക തീ അണയ്ക്കാൻ വേണ്ടി എന്ന് അദ്ദേഹം അത്ഭുതപ്പെടുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഒരു ടാക്സി ഡ്രൈവറും അതിലെ പാസഞ്ചറുമായിട്ട് ഒരു വഴക്ക് അവിടെ ഉണ്ടാകുന്നു. ആ പാസഞ്ചറിന്റെ വൈഫ് സഹായത്തിന് വേണ്ടി വിളിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും ആരും അവരെ സഹായിക്കുന്നില്ല. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ മൊത്തത്തിൽ പലതരം കാഴ്ചകളും പലതരം ശബ്ദങ്ങളും ഒക്കെ ആയിട്ട് ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ട്, എന്ത് പറ്റിയതാണിത്, ഒന്നും മനസ്സിലാകാത്ത ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു ഹാഫ് ഡേയിൽ ഇത്രയധികം മാറ്റങ്ങൾ സംഭവിച്ചതെന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഈ സമയം കൊണ്ട് എങ്ങനെ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായെന്ന് അദ്ദേഹം ആശ്ചര്യപ്പെടുകയാണ്. വീട്ടിൽ ചെന്ന് അച്ഛനോട് ചോദിക്കാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. പക്ഷെ എവിടെയാണ് എൻ്റെ വീട്? അത് എനിക്ക് ആകെ കാണാൻ പറ്റുന്നത് ഈ ടോൾ ബിൽഡിങ്സ് മാത്രമാണ്. അപ്പൊ ഈ രീതിയിലേക്കാണ് അദ്ദേഹത്തിന്റെ ചിന്തകൾ പോകുന്നത്. I hastened on to the crossroads between the gardens and Abu Khoda. I had to cross Abu Khoda to reach my house, but the stream of cars would not let up. The fire engine siren was shrieking at full pitch as it moved at a snail's pace. And I said to myself, let the fire take its pleasure in what it consumes. Extremely irritated, I wondered when I would be able to cross. I stood there a long time until the young lad employed at the ironing shop on the corner came up to me. He stretched out his arm and said gallantly, Grandpa, let me take you across. അപ്പോൾ ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ നിൽക്കുന്ന അവസരത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു ക്രോസ് റോഡ്സിലേക്ക് വേഗം നടക്കുകയാണ്. അപ്പൊ ഈ ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് വഴികൾ കൂടിച്ചേരുന്ന ആ ഒരു പോയിന്റിനാണ് നമ്മൾ ക്രോസ് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്രോസ് റോഡ്സിലേക്ക് അദ്ദേഹം പോവുകയാണ്. അത് ഈ അബുഖോഡയ്ക്കും അതുപോലെ തന്നെ ഗാർഡൻസിന്റെയും ഇടയിലാണ്. അബുഖോഡ ക്രോസ് ചെയ്താൽ, അബുഖോഡ എന്ന് പറയുന്നത് കെയ്റോയിലെ ഒരു സ്ട്രീറ്റ് ആണ്, കെയ്റോയിലെ ഒരു തെരുവാണ്. ഈ അബുഖോഡ ക്രോസ് ചെയ്ത് വേണം ഇദ്ദേഹത്തിന് വീട്ടിലേക്ക് പോകാൻ. പക്ഷേ ഈ ഒരു കാറുകളുടെ ഈ ഒരു പുഴ അത്രയധികം കാറുകൾ ഇങ്ങനെ പാസ് ചെയ്യാൻ നിൽക്കുകയാണ്. ഒരു ട്രാഫിക് ജാം സിറ്റുവേഷൻ ആണ്. അപ്പോൾ ആ കാറുകളെല്ലാം കടന്നു പോകാതെ ഇദ്ദേഹത്തിന് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ കാറുകൾക്കിടയിലൂടെ ഇദ്ദേഹത്തിന് ക്രോസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന്റെ സമയത്ത് ആ കൂടെ ഫയർ എഞ്ചിന്റെ സൈറൺ ഭയങ്കര ഉച്ചത്തിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ഫുൾ പിച്ചിൽ. പക്ഷേ ഫയർ എഞ്ചിൻ നീങ്ങുന്നത് ഒരു ഒച്ചിഴയുന്ന വേഗത്തിലാണ്, അറ്റ് സ്നെയിൽ സ്പേസ്, അതിലാണ് ഫയർ എഞ്ചിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ആലോചിക്കുകയാണ്, എങ്ങനെയാണ് ഈ ഫയർ എഞ്ചിൻ എത്തുമ്പോഴത്തേക്ക് തീ അണയ്ക്കുന്ന സാഹചര്യമൊക്കെ ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും. അദ്ദേഹം ആലോചിക്കുകയാണ്, ഈ ഫയർ എഞ്ചിൻ എത്തുന്നത് വരെ തീ അതിനിഷ്ടമുള്ളത്ര കൺസ്യൂം ചെയ്യട്ടെ, ഇഷ്ടമുള്ളത്ര വിഴുങ്ങട്ടെ എന്ന് ഇദ്ദേഹം മനസ്സിലിങ്ങനെ പറയുകയാണ്. ഇപ്പൊ ഭയങ്കര അധികം ഇറിറ്റേറ്റഡ് ആണ് ഇദ്ദേഹം, ഭയങ്കര ഇറിറ്റേറ്റ് ആയിട്ടുള്ള, ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ്. കാരണം മൊത്തത്തിലൊരു കോലാഹല ബഹളമയമാണ് ഈ അന്തരീക്ഷം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, എങ്ങനെ ഈ റോഡ് ക്രോസ് ചെയ്യുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. കുറേയധികം സമയം ഇദ്ദേഹം അവിടെ ഇങ്ങനെ എന്ത് ചെയ്യണം, എങ്ങനെ ക്രോസ് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്നു. ആ സമയത്താണ് കോർണറിലുള്ള ഒരു അയണിങ് ഷോപ്പിലെ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ആം ആൻഡ് സെഡ് ഗ്യാരന്റ്ലി. അപ്പോൾ ധീരതയോടെ, ആ ഒരു ചെറുപ്പത്തിന്റെ ചുറുചുറുക്കോടെ ഈ ചെറുപ്പക്കാരനെ ചോദിക്കുകയാണ്, കൈ നീട്ടി ചോദിക്കുകയാണ്, ഞാൻ ഈ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കട്ടെ എന്ന്. പക്ഷേ അവിടെ നമ്മൾ കാണുന്നത്, ഗ്രാൻഡ്പാ ലെറ്റ് മീ ടേക്ക് യു അക്രോസ്. മുത്തശ്ശ, ഞാൻ നിങ്ങളെ റോഡിനക്കരെ എത്തിക്കട്ടെ എന്നാണ് ചോദിച്ചത്. അപ്പൊ കഥ തുടങ്ങിയ സമയത്ത് നെറേറ്റർ ഒരു കുട്ടിയായിരുന്നു. അച്ഛൻ്റെ കൂടെ സ്കൂളിലേക്ക് കൈയും പിടിച്ചു പോകുന്ന ഒരു കുട്ടിയായിരുന്നു നെറേറ്റർ എങ്കിൽ, കഥ തീരുന്ന സമയത്ത് നെറേറ്ററിനെ ഒരു ചെറുപ്പക്കാരൻ അഭിസംബോധന ചെയ്യുന്നത്, ചെറുപ്പക്കാരൻ വിളിക്കുന്നത് എന്തെന്നാണ്? ഗ്രാൻഡ്പാ എന്നാണ്. അപ്പോൾ ആ കുട്ടിയിൽ നിന്ന് ആ ഗ്രാൻഡ്പയിലേക്കുള്ള മാറ്റമാണ് ഈ കഥ പറഞ്ഞു വെക്കുന്നത്. അതായത് ആ കാലം എങ്ങനെ പുരോഗമിക്കുന്നു, എങ്ങനെയാണോ ഒരു വ്യക്തി അവൻ്റെ ബാല്യത്തിൽ നിന്നും വാർദ്ധക്യത്തിലേക്ക് എത്തുന്നത്, കാലത്തിൻ്റെ ചില വികൃതികൾ, അതാണ് ഇവിടെ കഥ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കുട്ടി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് കുട്ടി അവന്റെ ഇന്നസെൻസ് എന്ന് പറയുന്ന ഫേസിലാണ്. അതിനുശേഷം വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസസ്, കുറേയധികം ആളുകളെ പരിചയപ്പെടുന്നു, കുറേയധികം അനുഭവങ്ങൾ നേടുന്നു.
കുറേയധികം കാര്യങ്ങൾ പഠിക്കുന്നു. ആ എക്സ്പീരിയൻസ് എന്ന ഫേസിലേക്ക് അവൻ എത്തുന്നു. അതിനുശേഷം അവിടെ ഒടുവിൽ ഹെൽപ്ലെസ്നെസ് എന്ന ഫേസിലേക്ക്, മറ്റൊരാൾ കൈപിടിച്ചാൽ മാത്രം ഒരു റോഡ് മുറിച്ചു കടക്കാൻ കഴിയുന്ന ഹെൽപ്ലെസ്നെസ് എന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അതിനപ്പുറം ഹെൽപ്ലെസ് ആയ ഒരു കാലത്തിലേക്ക് ഈ വ്യക്തി കടക്കുകയാണ്. അപ്പോൾ ഒരു രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഒരു സ്കൂൾ ഡേ എന്നതിൽ നിന്ന് മാറി ഈ കഥ സൂചിപ്പിക്കുന്നത് ജീവിതം എന്ന് പറയുന്ന ആ ഒരു ജീവിത കാലഘട്ടത്തെ തന്നെയാണ്, മുഴുവൻ ജീവിത കാലഘട്ടത്തെ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുമ്പോൾ അതൊരു കുട്ടിയിലാണ് തുടങ്ങുന്നത്, പക്ഷെ ഒടുവിൽ അത് എത്തി നിൽക്കുന്നത് ഒരു മുത്തശ്ശനിലാണ്. അപ്പം കുട്ടി വളർന്ന് മുത്തശ്ശനാവുകയാണ്. അപ്പോൾ വിവിധങ്ങളായ എക്സ്പീരിയൻസിലൂടെ കുട്ടി കടന്നു പോയതാണ് ഇവിടെ പലതരം സിംബൽസിലൂടെ കഥാകൃത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കുറേയധികം ന്യൂ വേർഡ്സ് ഈ പാഠത്തിൽ വന്നിട്ടുണ്ട്. അതിവിടെ പാരഗ്രാഫ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക, മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തെയാണ് യഥാർത്ഥത്തിൽ ഈ കഥ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു കുട്ടിയായി തുടങ്ങി മിഡിൽ ഏജിലൂടെ കടന്ന് വാർദ്ധക്യത്തിലേക്ക് ഒരു വ്യക്തി എത്തുമ്പോൾ ആ കാലഘട്ടത്തെ മൊത്തത്തിൽ അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ കഥയിൽ ഇടയ്ക്ക് മിഡിൽ ഏജ്ഡ് ആയ ഒരു വ്യക്തിയെ കണ്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് മുന്നേ പരിചയമുള്ള ആരോ എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ മിഡിൽ ഏജ്ഡ് ഘട്ടത്തിലെ ആ വ്യക്തിയെയാണ് നമ്മളവിടെ യഥാർത്ഥത്തിൽ കണ്ടത്. അപ്പം നമ്മൾ കുട്ടി എന്ന നിലയിൽ നിന്നും മിഡിൽ ഏജിലേക്ക് വരുന്നു, പിന്നെ ഒരു ഗ്രാൻഡ്പ എന്ന രീതിയിലേക്ക് നെറേറ്ററെ മാറ്റുന്നു. അതാണ് ഈ കഥയുടെ വിജയവും. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. See you in next video.